ഇന്നൊരു സദ്യ സ്പെഷ്യൽ അടപ്രഥമനാണ് തയ്യാറാക്കുന്നത്. ഇത് പഴയടം സ്റ്റൈലിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു അടപ്രഥമൻ തയ്യാറാക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സദ്യയിൽ തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കും നല്ല രുചികരമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ അടയിട്ട് വേവിക്കുന്ന സമയത്ത് ഓയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അട പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എത്രത്തോളം അട എടുക്കുന്നോ അതിന് 5 ഇരട്ടി അളവിലാട്ടോ നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം തിളക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 ഗ്ലാസ് വെള്ളം എടുത്തത്, അതായത് 1 ഗ്ലാസ് അടയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അട ഇട്ടതിന് ശേഷം നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള അട വേണം കേട്ടോ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയത് കുറച്ചധികം ഹാർഡായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത്. 10 മിനിറ്റ് ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട് അട. അപ്പോൾ നല്ല അടയാന്ന് കിട്ടിയിട്ടുള്ളെങ്കിൽ വെള്ളം തിളച്ചതിന് ശേഷം അട അതിലേക്ക് ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ 1 മണിക്കൂർ അങ്ങ് മൂടി വെച്ചാൽ മതി. ഞാനിതിപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള അട ആയതുകൊണ്ട് തന്നെ 10 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അട അതിൽ നിന്ന് പിന്നെ കുക്കായിക്കോളൂ കേട്ടോ. പിന്നെ നമ്മളതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ഊറ്റിയെടുത്തതിന് ശേഷം നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പശപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. അതിനുശേഷം നമ്മളിതാ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്ന് കട്ട പിടിച്ച പോലെ ഉണ്ടാകും. ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു ഉരുളിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച അടയുണ്ടല്ലോ അതും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ അട ഈ ഒരു നെയ്യിൽ കിടന്നിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പായസം കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അട നല്ലപോലെ ഇതിങ്ങനെ വെളിയിച്ചെടുക്കണം കേട്ടോ. അതായത് ഈ നെയ്യിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ ഇതുപോലെ ചെയ്തെടുക്കാൻ പാടുള്ളൂ. പിന്നെ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം. നെയ്യ് എത്രത്തോളം എടുക്കുന്നോ പായസത്തിന് അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ശർക്കര ചേർക്കുന്നത്. ശർക്കര പാനിയാക്കിയിട്ടാട്ടോ ഞാൻ ചേർക്കുന്നത്. അത് നല്ലപോലെ അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. ശർക്കര ഡയറക്റ്റായിട്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാകും. പിന്നെ അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് അരിച്ചൊഴിക്കുന്നത്. എന്നിട്ട് ഈ ഒരു അടയും ശർക്കര പാനിയും നല്ലപോലെ യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ട് തന്നെ ഇതിങ്ങനെ വരട്ടിയെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ശർക്കര പാനി ഒഴിച്ചിട്ട് ആ ശർക്കര പാനി ഒരു ഒറ്റനൂൽ പരുവൊക്കെ ആവില്ലേ, അതുപോലെ ഒന്ന് വരട്ടിയെടുത്തതിന് ശേഷം മാത്രം അട ഇട്ട് കൊടുത്താൽ മതി. എങ്ങനെയായാലും ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ഞാൻ ചെയ്തതുപോലെ തന്നെ ശർക്കര പാനിയിൽ ഈ ഒരു അട ഇട്ടിട്ട് ഒന്ന് വെളിയിച്ചെടുക്കാം. അടയിൽ ശർക്കര പാനി നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ പായസം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അട ഒരു വല്ലാത്ത ടേസ്റ്റ് ഇല്ലാണ്ട് അങ്ങനെ സെപ്പറേറ്റ് കിടക്കുന്ന പോലെ ഉണ്ടാകും. ഇത് അടക്കും നല്ലപോലെ മധുരം പിടിച്ച് കിട്ടും ഇങ്ങനെ ചെയ്താൽ. ഇത് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇതിപ്പോൾ ഇതാ കണ്ടില്ലേ, കുറേ സമയം നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഈ അടയിലൊക്കെ ആ ഒരു ശർക്കര പാനി പിടിച്ചിട്ട് അതിൻ്റെ കളറ് തന്നെ ഒന്ന് മാറി വരും. ഒരു ശർക്കരേൻ്റെ ഒരു കളറായിട്ട് വരും. അതുവരെ നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങേൻ്റെ 2ാം പാലാണ്. 2ാം പാല് ചേർക്കുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെടുത്ത പാല് 2 ഭാഗങ്ങളായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം പിന്നെ വീണ്ടും 2ാം പാല് ചേർത്ത് കൊടുക്കുക. അതായത് 2 തവണയായിട്ട് 2ാം പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വീണ്ടും നമ്മൾ ആ തേങ്ങാപ്പാലും ഇതിൽ പിടിച്ച് കിട്ടുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ശർക്കര പാനിയൊക്കെ നല്ലപോലെ മൂത്ത് നല്ല ഇതായി വരുമ്പോൾ ഇതിൽ നിന്ന് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ പായസം തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. എത്രത്തോളം ടൈം എടുത്ത് നമ്മൾ ഈ പായസമൊക്കെ, അതായത് പ്രത്യേകിച്ച് ശർക്കര പായസങ്ങളൊക്കെ തയ്യാറാക്കുന്നോ അത്രയും ടൈം എടുത്തിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ഹാർഡായിട്ടുള്ള അടയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ കണ്ടോ ആ അടക്ക് ഒരു വല്ലാത്തൊരു കളറും ഉണ്ട്, ഒരു വൈറ്റ് കളർ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ഈ ഒരു പാലടയും അടപ്രഥമനൊക്കെ വെക്കുന്ന സമയത്ത് അട നല്ല ബ്രാൻഡിൻ്റെ അട നോക്കിയിട്ട് വാങ്ങിക്കണേ. അതുപോലെ ശർക്കര ഞാനെടുത്തത് ഒരു 6 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു ഗ്ലാസ്സിന് 6 അച്ച് ശർക്കര തന്നെ മതിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കളറിലുള്ള ശർക്കര നോക്കി എടുക്കുക. കുറച്ച് ഉപ്പ് രസമൊക്കെയുള്ള ശർക്കര ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല കളറിലുള്ള ശർക്കരയൊക്കെ ആകുമ്പോൾ പായസം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്.
അപ്പോൾ രണ്ടാം പാലും ചേർത്തിട്ട് ഇതാ നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നാം പാല് ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ലെങ്കിൽ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് കൈവിടാണ്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പാല് പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ പായസത്തിന് ഒന്നും കൊള്ളൂല, അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകും. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം, തിളക്കരുത് ഒരിക്കലും. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് സെർവ് ചെയ്താൽ മതി കേട്ടോ. എന്നാൽ മാത്രമേ ആ ഒരു പായസം ഒന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. പായസം ഈ ഒരു ഉരുളിയിൽ കിടന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം പോലെ ആയെന്ന് കണ്ടിട്ട് നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. അത് കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ വരും. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ചും കൂടിയും പശു നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിൽ വറുത്തിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഒന്ന് തുറന്ന് നോക്കുന്നത്. അപ്പോൾ മാത്രമേ നല്ല സെറ്റായിട്ട് കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് കിട്ടുള്ളൂ. നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതാ ഞാൻ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി നല്ല കട്ടിയായിട്ടുണ്ട്. പായസമൊക്കെ ഒന്ന് കുറുകി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ പായസം വെക്കുമ്പോൾ ഈ ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള പായസങ്ങൾ നല്ല എളുപ്പത്തിൽ സദ്യയിൽ കിട്ടുന്ന പോലെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു അടപ്രഥമൻ മാത്രമല്ല കേട്ടോ, നമ്മൾ ശർക്കര വെച്ച് ചെയ്യുന്ന ഏതൊരു പായസവും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്താൽ മതി. പിന്നെ ശർക്കര വെച്ച് ചെയ്യുന്ന പായസത്തിൽ നമ്മൾ എപ്പോഴും തേങ്ങാപ്പാൽ തന്നെ യൂസ് ചെയ്യുക. പല ആൾക്കാരും പശുവും പാല് ഇതുപോലുള്ള ശർക്കര പായസം വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാണാറുണ്ട്. അതങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു വിചാരിച്ച ടേസ്റ്റ് കിട്ടൂല. തേങ്ങാപ്പാലിന് മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഈ ഒരു സദ്യയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്